ഞാൻ ഡോക്ടർ MP മണി. പുറംവേദനയുമായി ഡോക്ടർമാരെ കാണാനെത്തുന്ന രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറംവേദനയുമായി വരുന്നവരിൽ സ്കൂൾ കുട്ടികൾ പോലുമുണ്ട്. അവരിൽ നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നാൽ ഈ സ്കൂൾ ബാഗിൻ്റെ അമിതമായ ഭാരം അതൊരു കാരണമായി കാണാറുണ്ട്. അത് പരിഹരിക്കാനും കഴിയുന്നതാണ്. അതല്ലാതെ ചെറുപ്പക്കാരും മുതിർന്നവരും പ്രായമായവരും ഒരുപാട് പേർ നടുവേദന പരാതിപ്പെടാറുണ്ട്. ഇതിൽ ഈ സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ വരുന്നത്. ഇതിലേറ്റവും വലിയൊരു രസകരമായ കാര്യം, ഒരു പരിശോധനയിലും രോഗകാരണം കണ്ടുപിടിക്കാൻ പറ്റാറില്ല ഒരുപാട് പേരിൽ. അപ്പോൾ ഇവരോട് ചോദിച്ചാൽ അവർ കൊല്ലങ്ങളായി ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ മാറി മാറി ചെയ്യുന്നു, പക്ഷേ പരിഹാരം കാണാൻ കഴിയുന്നില്ല. അത്തരം വ്യക്തികളിൽ വളരെ വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യം അവരുടെ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം മാനസിക സംഘർഷമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ഇവരോട് നമുക്ക് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. രാത്രി ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടൽ അനുഭവപ്പെടാറുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ഞെട്ടൽ അനുഭവപ്പെടാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മാനസിക സംഘർഷം നീണ്ടകാലമായി അനുഭവിക്കുന്നവരാണ് എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മാനസിക സംഘർഷം നീണ്ടകാലം അനുഭവിക്കുന്നവർ ഈ ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. അത് കൂടുതലായി കാണുന്ന സ്വപ്നങ്ങൾ പാമ്പ്, ആന ഇവയാണ്. അതിന് കാരണം ഈ നമുക്ക് ഒരുപാട് പേടിപ്പെടുന്ന മൃഗങ്ങളുണ്ട്. മറ്റേ സിംഹമുണ്ട്, പുലിയുണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ പാമ്പും ആനയുമാണ്. ഇത് സ്വപ്നത്തിൽ വരും. ഈ നീണ്ടകാലമായി കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന ചിലർ പറയാറുണ്ട്, രാത്രി ഉറക്കത്തിൽ ആന വന്ന് ഓടിക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ടെന്ന്. അപ്പോൾ ഈ മാനസിക സംഘർഷം നടുവേദനയായിട്ടുള്ള ബന്ധം വരുന്നത്, കടുത്ത മാനസിക സംഘർഷം വരുമ്പോൾ ഇവരുടെ ശരീരത്തിലെ പേശികളിൽ ഒരു വലിഞ്ഞു മുറുക്കം ഉണ്ടാവും. ഈ വലിഞ്ഞു മുറുക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നട്ടെല്ലിനാണ്. കാരണം നട്ടെല്ല് ഒരെല്ലല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അത് കുറേ കശേരുക്കളുടെ യോജിപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിഞ്ഞു മുറുക്കം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ നട്ടെല്ലിലാണ്. ഈ ഞെട്ടുന്ന സമയത്തുണ്ടാകുന്ന ഒരു കുലുക്കമുണ്ടല്ലോ, അതിൻ്റെ സ്വാധീനം നട്ടെല്ലിൽ ബാധിക്കും. അപ്പോൾ ഇത്തരക്കാരിൽ ഈ പ്രതിരോധശേഷി കുറയും. നമ്മുടെ ഈ മാനസിക സംഘർഷം കൂടിയാൽ പ്രതിരോധശേഷി കുറയുമ്പോൾ അത്തരം വ്യക്തികളിൽ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെ ഒരു രോഗകാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഒരു പരിശോധനയിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗികൾ വരുമ്പോൾ അവർക്ക് നീർക്കെട്ട് കുറയാനുള്ള ലളിതമായ ചികിത്സ അത് മതി. കൂടെ കുറച്ച് മനഃശാസ്ത്ര സമീപനം കൂടെ ഉണ്ടെങ്കിൽ രോഗശമനം വളരെ വേഗം സാധ്യമാണ്.